തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം 2 ദിവസങ്ങളിലായി നടത്തും. അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്നും പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു. നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഭവിനെയും അനീഷയെയും കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. DNA പരിശോധനയ്ക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഉടൻ കൈമാറും. അതേസമയം കൂടുതൽ തെളിവ് ശേഖരണത്തിനായി പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അന്വേഷണ സംഘം കേസ് തെളിയിക്കാൻ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കൊലപാതകം തന്നെയാണോ നടന്നതെന്ന് ലഭിച്ച അസ്ഥികൾ വെച്ച് തെളിയിക്കുന്നത് പോലീസിന് വെല്ലുവിളിയാണ്. അതിനെ മറികടക്കാനായി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. 2021-ലെയും 2024-ലെയും പ്രസവ സമയത്ത് ദൃശ്യങ്ങൾ അനീഷ ഭവിനെ കൈമാറിയിരുന്നു. ആ ദൃശ്യങ്ങൾ ഭവിൻ ഫോണിൽ സൂക്ഷിച്ചിരുന്നു. ഇവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായ ശേഷം ഫോൺ നശിപ്പിക്കുകയും അസ്ഥികൾ കൈവശം വയ്ക്കുകയുമായിരുന്നു. ഫോൺ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അമൃത ന്യൂസ്, തൃശൂർ.